ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഓ മുഹമ്മദ്, വായിക്കുക നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. നാം മുഖവരയിൽ വിവരിച്ചതുപോലെ മലക്ക് തിരുമേനിയോട് വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് തിരുമേനി മറുപടി പറഞ്ഞു. മലക്ക് ഈ ദിവ്യസന്ദേശ വചനങ്ങൾ ലിഖിത രൂപത്തിൽ തിരുമേനിയുടെ മുന്നിൽ കൊണ്ടുവന്ന് അത് വായിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കേവലം സൃഷ്ടിച്ചു എന്നാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല. അഖില പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ എന്ന ആശയം അതിൽ നിന്ന് സ്വയം പ്രകാശിതമാകുന്നുണ്ട്. നിന്റെ നാഥന്റെ നാമം ചൊല്ലി വായിക്കുക, അതായത് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് വായിക്കുക. ഈ സന്ദേശം വരുന്നതിന് മുമ്പ് തന്നെ നബി തിരുമേനി അള്ളാഹു മാത്രമാണ് തന്റെ റബ്ബ് എന്നറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് താങ്കളുടെ റബ്ബ് ഇന്നവനാണെന്ന് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. താങ്കളുടെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നേ പറയേണ്ടിയിരുന്നുള്ളൂ. ഖലഖൽ ഇൻസാന മിൻ അലഖ. ഒട്ടിപ്പിടിക്കുന്ന പിണ്ഡത്താൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തിന്റെ മൊത്തം സൃഷ്ടിയെ സ്മരിച്ച ശേഷം മനുഷ്യ സൃഷ്ടിയെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹു അവനെ അതിനിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചു തുടങ്ങിയിട്ട് പൂർണ്ണ മനുഷ്യനാക്കി തീർത്തിരിക്കുന്നു. ഒട്ടിപ്പിടിച്ച രക്തം എന്നർത്ഥമുള്ള അലക്കത്ത് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അലക്ക്. ഗർഭധാരണത്തിനു ശേഷം കുറച്ചു ദിവസത്തേക്കുള്ള ഭ്രൂണത്തിന്റെ അവസ്ഥയാണിത്. പിന്നീടത് മാംസപിണ്ഡത്തിന്റെ രൂപം പ്രാപിക്കുന്നു. അനന്തരം ക്രമേണ അതിന് മനുഷ്യരൂപം വന്നു തുടങ്ങുന്നു. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ ഹജ്ജ് 5-ാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. ഇഖ്റ വറബ്ബുകൽ അക്രം. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം. തൂലിക കൊണ്ട് പഠിപ്പിച്ചവൻ. അതിനിസ്സാരമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചു തുടങ്ങിയ മനുഷ്യനെ സൃഷ്ടികളുടെ അതിവിശിഷ്ട ഗുണമായ ജ്ഞാനത്തിന്റെ വാഹകനാക്കി തീർത്തത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാകുന്നു. ജ്ഞാനമുള്ളവനാക്കുക മാത്രമല്ല അവൻ ചെയ്തിട്ടുള്ളത്, വിജ്ഞാനം വിപുലമായി പ്രചരിപ്പിക്കാനും വളർത്താനും തലമുറകളിലൂടെ കൈമാറി സംരക്ഷിച്ചു നിലനിർത്താനുമുള്ള ഉപാധിയായ പേന ഉപയോഗിച്ച് എഴുതുക എന്ന കല പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തിരിക്കുന്നു. പേനയുടെയും എഴുത്തിന്റെയും കലയെക്കുറിച്ച് അവൻ ബോധോദയത്തിലൂടെ അറിവ് തന്നിരുന്നില്ലെങ്കിൽ മനുഷ്യന്റെ വൈജ്ഞാനിക യോഗ്യത നിഷ്ക്രിയമായി മരവിച്ചു പോകുമായിരുന്നു. അതിനെ വളർത്താനും പ്രചരിപ്പിക്കാനും ഒരു തലമുറയുടെ അറിവുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാനും അങ്ങനെ കൂടുതൽ വികസിപ്പിച്ചു പോരാനും മനുഷ്യന് അവസരമേ ലഭിക്കുമായിരുന്നില്ല. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു. മനുഷ്യൻ മൗലികമായി ജ്ഞാനശൂന്യനാണെന്നർത്ഥം. അവൻ നേടിയ ഏതറിവും അള്ളാഹു നൽകിയതിനാൽ നേടിയതാണ്. മനുഷ്യന് ഏത് ഘട്ടത്തിൽ ഏത് വിജ്ഞാന കവാടം തുറന്നു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അതവൻ തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ശാസ്ത്രീയ കണ്ടുപിടുത്തമായി കരുതുന്ന സംഗതികളൊന്നും തന്നെ വാസ്തവത്തിൽ നേരത്തെ അവന്റെ ജ്ഞാനത്തിലുണ്ടായിരുന്നതല്ല. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അതേപ്പറ്റി അവൻ അറിവ് നൽകുകയായിരുന്നു. ആ വിജ്ഞാനം അള്ളാഹു നൽകുന്നതായി അവന് തോന്നുന്നില്ലെന്ന് മാത്രം. ഇവിടം വരെയുള്ള സൂക്തങ്ങളാണ് ആദ്യമായി നബി തിരുമേനിക്ക് അവതരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് ഈ ആദ്യാനുഭവം തിരുമേനിക്ക് താങ്ങാനാവാത്ത വിധം കഠിനമായിരുന്നു. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇത്രമാത്രം പറഞ്ഞു നിർത്തി: താങ്കൾ നേരത്തെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ആ റബ്ബ് താങ്കളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു. അവങ്കിൽ നിന്ന് താങ്കൾക്ക് ദിവ്യ സന്ദേശം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ താങ്കളെ അവന്റെ ദൂതനാക്കിയിരിക്കുന്നു. അനന്തരം കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ സൂറ അൽ മുദ്ദസിറിലെ ആദ്യ സൂക്തങ്ങൾ അവതരിച്ചു. പ്രവാചകനായി നിയോഗിക്കപ്പെട്ട തിരുമേനി നിർവഹിക്കേണ്ട ദൗത്യം എന്താണെന്ന് അതിൽ വിശദീകരിക്കുന്നു. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ മുദ്ദസിറിന്റെ ആമുഖം ശ്രദ്ധിക്കുക. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ഒരിക്കലുമല്ല, തീർച്ചയായും
മനുഷ്യൻ ധിക്കാരം പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇതാണ്: മനുഷ്യന് ഇത്രയേറെ ഔദാര്യങ്ങൾ നൽകിയ ദൈവത്തിനെതിരെ അവിവേകം കാണിച്ചുകൊണ്ട് ഇനി പറയുന്ന നിലപാട് കൈക്കൊള്ളുക എന്നത് മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. തന്നെ സ്വയം പര്യാപ്തനായി കാണുകയാലത്രേ അത്. ധനവും അധികാരവും സ്ഥാനമാനങ്ങളും എന്ന് വേണ്ട, ഭൗതിക ജീവിതത്തിൽ ആഗ്രഹിച്ചതെന്തും നേടിയതുകൊണ്ട് നന്ദിയുള്ളവനായി തീരുന്നതിനു പകരം അവൻ ധിക്കാരമൂർത്തിയായി അടിമത്തത്തിന്റെ പരിധി ലംഘിക്കുകയാണ്. എന്നാലോ തിരിച്ചു പോകേണ്ടത് നിശ്ചയമായും നിന്റെ നാഥങ്കലേക്കല്ലോ. ഭൗതിക ജീവിതത്തിന്റെ നേട്ടങ്ങളുടെ ബലത്തിൽ അവൻ ധിക്കാരിയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒടുവിൽ അവൻ വന്നു ചേരേണ്ടത് താങ്കളുടെ നാഥന്റെ സന്നിധിയിൽ തന്നെയാണ്. അവൻ കൈക്കൊണ്ട നിലപാടിന്റെ പരിണതി എന്താണെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കും. നമ്മുടെ ദാസനെ തടയുന്നവനെ നീ കണ്ടോ? അവൻ നമസ്കരിക്കുമ്പോൾ ദാസൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി തിരുമേനിയെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും തിരുമേനിയെ ഈ ശൈലിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണമായി സൂറ ബനി ഇസ്രായേൽ 1-ാം സൂക്തത്തിൽ പറഞ്ഞു: തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് നിശാപ്രയാണം ചെയ്യിച്ചവൻ ആദ്യന്തം പരിശുദ്ധൻ. സൂറ അൽ കഹ്ഫ് 1-ാം സൂക്തത്തിൽ പറഞ്ഞു: തന്റെ ദാസന് വേദം അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന് സർവസ്തുതിയും. സൂറ അൽ ജിന്ന് 19-ാം സൂക്തത്തിൽ പറഞ്ഞു: എന്തെന്നാൽ ദേവദാസൻ അവനോട് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഇക്കൂട്ടർ അദ്ദേഹത്തിനു നേരെ ചാടി വീഴാൻ ഒരുമ്പെട്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വേദത്തിൽ തന്റെ ദൂതനായ മുഹമ്മദ് നബിയെ പരാമർശിക്കുന്ന സ്നേഹോഷ്മളമായ ശൈലിയാണിതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടാതെ മറ്റൊരു കാര്യവും കൂടി ഇതിൽ നിന്ന് ഗ്രഹിക്കാം. അള്ളാഹു പ്രവാചകത്വ പദവി അരുളിയ ശേഷം റസൂൽ തിരുമേനിയെ നമസ്കാരക്രമം പഠിപ്പിച്ചിരുന്നു. ആ ക്രമം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനാൽ ഖുർആനിൽ ഉൾക്കൊണ്ട ദിവ്യബോധനങ്ങൾ മാത്രമല്ല നബി തിരുമേനിക്ക് ലഭിച്ചിരുന്നത്, ഖുർആനിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഇത്തരം സംഗതികളെക്കുറിച്ചുള്ള അധ്യാപനങ്ങളും ദിവ്യബോധനം മുഖേന തിരുമേനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു എന്നതിനുള്ള മറ്റൊരു തെളിവാണിത്. നിനക്കെന്തു തോന്നുന്നു ആ ദേവദാസൻ സന്മാർഗത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവഭക്തി ഉപദേശിക്കുകയാണെങ്കിൽ, നിനക്കെന്തു തോന്നുന്നു ഈ തടയുന്നവൻ സത്യത്തെ തള്ളിപ്പറയുന്നവനും പുറംതിരിഞ്ഞു പോകുന്നവനുമാണെങ്കിൽ? അലം യഅലം ബിഅന്നല്ലാഹ യറാ, അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്നോ? ഇവിടെ നീതിബോധമുള്ള ഓരോ മനുഷ്യനും അഭിസംബോധിതനാണെന്നത്രേ ബാഹ്യമായി വെളിവാകുന്നത്. അവനോട് ചോദിക്കുകയാണ്: ദേവദാസനെ ഉപാസനയിൽ നിന്ന് തടയുന്ന ആ മനുഷ്യന്റെ ചെയ്തി കണ്ടോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അയാൾ സന്മാർഗത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ ജനങ്ങളിൽ ദൈവഭയമുണ്ടാക്കാനും ദുഷ്കർമ്മങ്ങൾ തടയാൻ ശ്രമിക്കുന്നവനുമാണെങ്കിലോ? ഈ വിലക്കുന്നവൻ സത്യത്തെ തള്ളിപ്പറയുന്നവനും അതിൽ നിന്ന് പിന്തിരിയുന്നവനുമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൻ ഈ ചെയ്യുന്നതെന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. സൽക്കർമ്മത്തിലേർപ്പെട്ട ആ ദാസനെയും സത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അയാളെ മർദ്ദിക്കാൻ തുനിയുന്നവനെയും അള്ളാഹു ഒരേ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാമെങ്കിൽ അവൻ ഈ നിലപാട് സ്വീകരിക്കാമോ? മർദ്ദകനെ ശിക്ഷിക്കുകയും മർദ്ദിതന്റെ ആവലാതിക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. ഒരിക്കലുമല്ല. അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നാം അവന്റെ മൂർധാവിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുക തന്നെ ചെയ്യും. മുഹമ്മദ് നബി നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിടലി കാലുകൊണ്ട് ചവിട്ടി ഞെരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ മനുഷ്യന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. നിഷേധിക്കുന്നതും തനി പാപിയുമായ മൂർധാവിൽ.
ഇവിടെ മൂർധാവ് എന്നതുകൊണ്ടുദ്ദേശ്യം അഹങ്കാരിയായ വ്യക്തിയാണ്. فليدع ناديه അവൻ സ്വന്തം കൂട്ടുകാരെ വിളിച്ചുകൊള്ളട്ടെ. നാം മുഖവുരയിൽ സൂചിപ്പിച്ചതുപോലെ റസൂൽ തിരുമേനിയെ ഭീഷണിപ്പെടുത്തിയ അബൂജഹലിനെ അദ്ദേഹം ശാസിച്ചപ്പോൾ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ മുഹമ്മദ്, എന്തു കണ്ടിട്ടാണ് നീ എന്നെ പേടിപ്പിക്കുന്നത്? അല്ലാഹുവാണ് സത്യം. ഈ താഴ്വരയിൽ എന്റെ സംരക്ഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേക്കുറിച്ച് പറയുകയാണ്, അയാൾ വിളിക്കട്ടെ അയാളുടെ രക്ഷാസൈന്യത്തെ. سندع الزبانية നാം ശിക്ഷയുടെ മലക്കുകളെയും വിളിക്കാം. ഖത്താദയുടെ വ്യാഖ്യാന പ്രകാരം പോലീസുകാരെയാണ് അറബി മൊഴിയിൽ സബാനിയ എന്ന് വിളിക്കുക. സബന എന്നതിന്റെ മൂലാർത്ഥം തള്ളിമാറ്റുക എന്നാണ്. രാജാക്കന്മാരുടെ സന്നിധിയിൽ കാവൽക്കാരുണ്ടാകുന്നത് രാജാവിന് അതൃപ്തി തോന്നുന്നവരെ തള്ളിപ്പുറത്താക്കാനാണല്ലോ. വചന താൽപര്യം ഇതാണ്. ഇയാൾ തന്റെ രക്ഷാസൈന്യത്തെ വിളിക്കട്ടെ. നാം നമ്മുടെ പോലീസിനെ അഥവാ മലക്കുകളെ വിളിക്കാം. അങ്ങനെ അവന്റെയും നമ്മുടെയും രക്ഷാസൈന്യത്തെ അവൻ മനസ്സിലാക്കട്ടെ. كلا لا تطعه واسجد واقترب ഒരിക്കലുമല്ല, അവന് വഴങ്ങിപ്പോകരുത്. നീ സാഷ്ടാംഗം പ്രണമിക്കുകയും നാഥന്റെ സാമീപ്യം നേടുകയും ചെയ്യുക. സുജൂദ് ചെയ്യുക എന്നതുകൊണ്ടുദ്ദേശ്യം നമസ്കാരമാകുന്നു. നബിയെ, താങ്കൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിർഭയം തുടർന്നും നമസ്കരിച്ചുകൊള്ളുക. അതുവഴി താങ്കളുടെ നാഥന്റെ സാമീപ്യം നേടുക. സ്വഹീഹു മുസ്ലിമും മറ്റും അബൂ ഹുറൈറയിൽ നിന്നുദ്ധരിക്കുന്നു, ദേവദാസൻ സുജൂദിലായിരിക്കുന്ന സമയത്താണ് അവന്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത്. മുസ്ലിം അബൂ ഹുറൈറയിൽ നിന്ന് ഇങ്ങനെയും ഉദ്ധരിച്ചിരിക്കുന്നു, നബി തിരുമേനി ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ സുജൂദ് തിലാവ ചെയ്യാറുണ്ടായിരുന്നു.